ഖുറേഷി എബ്രഹാം അടങ്ങുന്ന ഇലുമിനാറ്റി ഗാങ്ങിന് ഗൺസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന 4th ലാർജസ്റ്റ് വെപ്പൺ ഡീലറുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. യെസ്, ദ മാൻ ഹിംസെൽഫ്, ഖാലിസ്. ഇതാരോ ചായ ഊതി കുടിക്കുന്ന സൗണ്ട് അല്ല ഗൈസ്, ഇത് ഖാലിസിന്റെ BGM ആണ്. ഖാലിസിന്റെ തോക്കുകൾക്ക് വൻ ഡിമാൻഡാണ്. പൂരപ്പറമ്പിലാണെന്ന് മാത്രം. ഇന്ത്യൻ ആർമിക്കും ഈ ഖാലിസാണ് തോക്കുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മേജർ വിക്രം റാത്തോറിന്റെ കമാൻഡോ ടീം ഈ ഖാലിസിന്റെ കുറെ തോക്കുകൾ മേടിച്ചിട്ട് ഏതോ ഒരു ഇമ്പോർട്ടന്റ് മിഷന് പോവുകയാണ്. എന്നാൽ പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഖാലിസ് കൊടുത്തുവിട്ട ഒരു തോക്കും വർക്കാവുന്നില്ല. അങ്ങനെ ഖാലിസിന്റെ തോക്കിന്റെ പിടിപ്പുകേട് കാരണം ഒരുപാട് പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. ഈ ഖാലിസിന്റെ തോക്കും ബോംബും വാങ്ങിയ വേറെയും ചില കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്ക് ഇതേത് പൊട്ടൻ നിങ്ങൾക്ക് തന്നതാണെങ്കിൽ അത് മിനിമം 1 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. Sorry sir, the game is over. Adios. പുലയാടി മോനെ, ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. പക്ഷെ ഇവരാരും ഖാലിസിനെ എതിരിടാനുള്ള ധൈര്യം കാണിച്ചില്ല. എന്നാൽ വിക്രം റാത്തോർ ഖാലിസിനെ എതിർത്ത് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഖാലിസുമായുള്ള വെപ്പൺ ഡീൽസ് ഒക്കെ ഇന്ത്യൻ ആർമി ക്യാൻസൽ ചെയ്യുകയാണ്. ഒടുവിൽ ഖാലിസ് വിക്രമിനെ ഏതോ ഒരു പ്ലെയിനിൽ കയറ്റി ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അല്ല, അതിന് ഇയാളുടെ തോക്കൊന്നും പൊട്ടില്ലല്ലോ. ഓ പൊട്ടി! ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇതാ ഖാലിസിന്റെ ഒരു തോക്ക് പൊട്ടിയിരിക്കുന്നു. എനിക്ക് സന്തോഷായി. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. വിക്രമിന്റെ നെഞ്ചത്ത് 5-6 ബുള്ളറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട ശേഷം ഖാലിസ് വിക്രമിനെ ഹെലികോപ്റ്ററിന് പുറത്തേക്ക് ചവിട്ടി തള്ളുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഖാലിസ് അണ്ണൻ ഇന്ന് കോടികൾ സമ്പാദ്യമുള്ള ഒരു വെപ്പൺ ഡീലർ പ്ലസ് ഫാക്ടറി ഉടമയാണ്. ഈ ഖാലിസ് അണ്ണന്റെ ഫാക്ടറിയിൽ നിന്നും വരുന്ന വിഷപ്പുക ശ്വസിച്ച് ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചേച്ചി തന്റെ മകൻ ആ വിഷപ്പുക ശ്വസിച്ച് മരിക്കാതിരിക്കാൻ വേണ്ടി അവനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത്. മരിച്ചുപോയ വിക്രം റാത്തോറിന്റെ മകൻ ആസാദ് ഒരു ജയിൽ വാർഡനാണ്. അയാളും അയാളുടെ ലേഡീസ് ആർമിയും ചേർന്ന് മെട്രോ ഹൈജാക്ക് ചെയ്യുകയാണ്. ഈ ട്രെയിനിൽ നമ്മുടെ ഖാലിസിന്റെ മകളും ഉണ്ട് കേട്ടോ. ഇതറിഞ്ഞ ഖാലിസ് തന്റെ മകളെ വിട്ടുകിട്ടാൻ വേണ്ടി 40,000 കോടി, എപ്പടി 40,000 കോടി ആസാദിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. ഏത് ഈ പൊട്ടാത്ത പാട്ടത്തോക്ക് വിട്ടിട്ട് ഇയാൾ 40,000 കോടിയൊക്കെ സമ്പാദിച്ചു അത്ര. ഒടുക്കം ഖാലിസ് അണ്ണൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് പണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് അണ്ണൻ ചവിട്ടി താഴെ ഇട്ട വിക്രം റാത്തോർ ജീവനോടെ തിരിച്ചു വരുന്നത്. ഏത് ഇത്രയും വെടികൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീണ ഇയാള് തിരിച്ചു വന്നു. വിശ്വാസം വരണില്ലല്ലേ? ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേയില്ല. പക്ഷെ തിരിച്ചു വന്ന വിക്രം റാത്തോറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ അയാളുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഇതിന്റെ ഇടയിൽ ഈ അച്ഛനും മകനും കൂടി കാണിച്ചു കൂട്ടുന്ന കുറെ പരാക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയണില്ല. അരച്ച മാവൊന്നും വീണ്ടും അരയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അവസാനം അച്ഛനെയും മകനെയും നമ്മുടെ ഖാലിസ് അണ്ണൻ തോക്കിന്റെ മുനയിൽ നിർത്തും. ഇയാളുടെ തോക്കിന്റെ മുനയിൽ നിൽക്കുന്നത് PVC പൈപ്പിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരുപോലെയാണ്. രണ്ടും പൊട്ടില്ലല്ലോ. മനസ്സിലായി? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചേക്കായിരുന്നു. ഈ തോക്കുണ്ടാക്കിയത് ഖാലിസ് ദ ലാർജസ്റ്റ് വെപ്പൺ ഡീലർ ആയതുകൊണ്ട് തന്നെ ആ തോക്ക് പൊട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തുകൊണ്ടാ ഖാലിസിന്റെ തോക്ക് മാത്രം പൊട്ടാത്തത്? ആറ്റ്ലി, ഇത് ആറ്റ്ലിയുടെ പടമാടാ നായേ. കഥയിൽ ചോദ്യമില്ല. പക്ഷേ ആ തോക്ക് ലോഡ് ചെയ്തതിന്റെ ശബ്ദം കേട്ടതും വിക്രം റാത്തോറിന് പഴയ കാലൊക്കെ ഓർമ്മ വരും. ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. അത്രയ്ക്ക് ക്വാളിറ്റിയാണ് നമ്മുടെ ഖാലിസിന്റെ തോക്കിന്. അങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടിയ അച്ഛനും മകനും ഇടയ്ക്ക് വരുന്ന ഏതോ ഒരു സ്റ്റണ്ട് ഡബിളും കൂടി ഖാലിസിനെ ചവിട്ടി കൂട്ടി തൂക്കിക്കൊല്ലും. അതോടെ പൊട്ടാത്ത തോക്കുകളും കുറച്ച് ബോംബുകളും മാത്രം ബാക്കി വെച്ച് ഖാലിസ് അണ്ണൻ യാത്രയാവുകയാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ ഏതോ മാധവൻ നായരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പെറുക്കി എറിയുന്നുണ്ട്. എന്നെ സങ്കടപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഖാലിസിന്റെ തോക്കും പൊട്ടിയില്ല, ഈ ഉണക്ക പടവും പൊട്ടിയില്ല.